ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മാനന്തവാടി ഫോറസ്റ്റ് ഓഫീസിലാണ്. DFO ഓഫീസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ എൻക്വയറിക്ക് വേണ്ടി വന്നതാണ്. പിന്നെ NOC ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ വേണം എന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രാവിലെ ഇവർ ഓഫീസിൽ വിളിച്ചപ്പം കോൺടാക്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ അതിനോട് കയറിയിട്ട് നമുക്ക് എൻക്വയറി ചെയ്തതിന് ശേഷം എന്തൊക്കെ പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളവിടെ എൻക്വയറി ഡെസ്കിൽ പോയി എൻക്വയറി ചെയ്തായിരുന്നു. അപ്പോൾ അവിടുത്തെ മാഡം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മാസമാണ് ഒറിജിനൽ NOCൻ്റെ വാലിഡിറ്റി വരുന്നത്. ഇനി റിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നേന്ന് അപേക്ഷ നമ്മൾ വെക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പം ഞാൻ ഏകദേശം NAC എടുക്കാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു 4-5 മാസത്തോളം നടന്നിട്ടാണ് എനിക്ക് NOC കിട്ടിയത്. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു റിന്യൂവേഷൻ ഇല്ല എന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഇത് ഒന്നേന്ന് വീണ്ടും അപേക്ഷ വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു പൈസ ചിലവുണ്ട്, അതുപോലെ പേപ്പറുകൾ കുറേ ഉണ്ടാക്കാനുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ അതിന് എന്തുകൊണ്ട് ഈ സംവിധാനം ഇല്ലയെന്ന് എനിക്കറിയില്ല കറക്റ്റ്. പക്ഷെ അതൊരു റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് ഒന്നേന്ന് വീണ്ടും അപേക്ഷ വെക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുള്ളൂ. ഞാനത് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം. കാരണം നല്ല ബുദ്ധിമുട്ടുള്ളൊരു കേസാണിത്. അതായത് അതിൻ്റെ പേപ്പർ ഞാൻ NOCകൾ ആപ്ലിക്കേഷൻ വെച്ചിട്ട് 2025 ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ആപ്ലിക്കേഷൻ വെച്ചത്. എനിക്കിത് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 7-ാം മാസമാണ് എനിക്ക് കിട്ടുന്നത്. അതായത് 7 മാസത്തിന് ശേഷമാണ് എനിക്ക് NOC കിട്ടുന്നത്. അപ്പോൾ അത്രയും തന്നെ ബുദ്ധിമുട്ടുണ്ട് ഇത് ഒന്നേന്ന് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതിന് വേറൊരു മാർഗ്ഗമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പഴയ NOC കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ആപ്ലിക്കേഷനും കൂടി, സാധാ നോർമൽ ആപ്ലിക്കേഷനും കൂടി അപേക്ഷ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് മര്യാദയ്ക്കൊന്ന് എൻക്വയറി ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ. എൻക്വയറി ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയുവാണെങ്കിൽ മാത്രം NOC കൊടുത്താൽ പോരെ. ഇത് രണ്ടാമത് ഒന്നേന്ന് NOC വെക്കണം എന്ന് പറയുമ്പം നടക്കുന്ന കേസല്ല. അപ്പോൾ ഇതൊരു അനാസ്ഥയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.